അസ്സലാമലൈക്കും. അപ്പോൾ എന്താ നമ്മളിന്ന് ചെയ്യാൻ പോണ്? ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗസിയുടെ ചിക്കൻ കറി. ഇന്നല്ല പൊന്നും ഉണ്ടായില്ല, പകുതി കൈ അവളുടെ. അത് ഞാൻ ബാക്കിൽ നിന്ന് ഇങ്ങനെ തള്ളും. ഇന്ന് നമ്മുടെ ക്യാമറമാനും അതുപോലെ തന്നെ കൂടുതൽ അസിസ്റ്റന്റും എവിടെ പോയി? അവര് ജിമ്മിന് പോയിരിക്കണം. അപ്പൊ അവര് വരുമ്പോഴേക്കും നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കി കൊടുക്കാം. അതെ, ഞങ്ങളുടെ ചിക്കൻ കറി നൈസ് ആവും ഗൈസ്. ഞങ്ങൾ വെറൈറ്റി ആയിട്ടാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് ചിക്കൻ കറി നോക്കാം. ബാ, അപ്പൊ പിന്നെ നമുക്ക് ബിസ്മിലിട്ട് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്തോ. ഇല്ലടി കത്തിക്കാൻ പറ്റണല്ലേ? അതാ ഗ്യാസിലെ അതിലൂടെ നമുക്കൊരു കാര്യം ചെയ്യണേ, നമുക്കൊരു ചായയും കൂടി ഇവിടെ വെക്കാം. അമ്മായിനെ നോക്കിക്കോട്ടോ. നമുക്ക് മൂന്നാക്കും. പാൽപ്പൊടി എടുത്ത ഉമ്മ ഒരടിയല്ലേ ഈ കൊള്ളു. ഓഫീസിൽ നിന്ന് ചായ കിട്ടിയില്ല. ചായ കിട്ടി, 2 ചായ കുടിച്ചു. എന്നാലും എനിക്ക് എന്താണോ ചായക്കൊരു ഇത്. അപ്പൊ നമുക്ക് നോക്കില്ല. അതെ, അപ്പൊ പൊന്നിയ നമ്മുടെ ഒരു വെറൈറ്റി ചിക്കൻ കേട്ടോ. അതെ, പച്ചക്കുരുമുളകൊക്കെ ഇട്ടിട്ട് ഫ്രഷ് നമ്മുടെ വീട്ടിലുണ്ടായ കുരുമുളക്. ഗൈസ് നോക്കൂ, പച്ചക്കറി. ഇത് നമ്മുടെ സിനുവിന്റെ കേട്ടോ, താറാവ്. അവൻ ഓൺലി ചിക്കൻ ഒഴിവാക്കി ഗൈസ്, എന്റെ കുട്ടി. അപ്പൊ ചട്ടി അടിച്ചിട്ട് ഉള്ളി മാത്രല്ല കേട്ടോ, വേറൊരു സ്ഥലം കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ഉണ്ടാക്കിക്കോളാം, തെറ്റാണ്. ഞാനൊക്കെ ഉണ്ടാക്കുന്നത്. എന്റെ ഇവിടെ പാൽപ്പൊടി ചായയും കൂടെ കുടിക്കാൻ പറ്റും. അല്ലേലും ഈ ഒരു കലാകാരിയാണ് ഈ കലാകാരി. അതാ എന്താ അവിടെ അമ്മായിയെ പാൽപ്പൊടി പൊടി കിട്ടിയതിന് ശേഷം പാൽപ്പൊടി ഉണ്ടാവില്ലേ? ഉണ്ട്, നോക്കി. എന്റെ മമ്മി ഇങ്ങനെ ആക്കിയിട്ടാണ് വാങ്ങിച്ചു വെക്കുക. കാരണം എന്താ പറയാ, ഓരോ ദിവസം ഓരോന്ന്. ആ പാക്കറ്റ് എടുക്കണേനാണ് അവളെ പിളകിയത്. അതൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഞാൻ ഓഫീസിൽ മാത്രമേ ചായ കുടിക്കാറുള്ളൂ. ആണോ? ചായ കുടിക്കണ നല്ലതല്ലേ? നല്ലതല്ല, എത്ര പാൽപ്പൊടി എടുത്തു? ഒന്നെടുത്തിട്ടുള്ളൂ, സത്യമായിട്ട് ഒന്നെടുത്തിട്ടുള്ളൂ. ഒരു കത്രികൊക്കെ ഇവിടുത്തെ സാധനങ്ങൾ കിട്ടാനാണ് പണി. ഇവിടുത്തെ സാധനങ്ങളൊക്കെ കിട്ടാനാണ് പണി. ഇത് പൊന്നത് കരിയണ്ട കേട്ടോ. അപ്പൊ നമ്മുടെ ചിക്കൻ കറിയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കേട്ടോ, ഉള്ളി, പെരിഞ്ചീരകം ആൻഡ് ഉപ്പ്. അപ്പൊ തന്നെ അതാവട്ടെ കേട്ടോ, കട്ട് ചെയ്തോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ ചായ ഉണ്ടാക്കി കഴിച്ചു. ഞങ്ങളൊരു ചായ ചായയും കുടിക്കാം, ഒപ്പം കറി ഉണ്ടാക്കാം. ഞങ്ങളെല്ലാം പ്രോ ആണ്. മധുരണ്ടോ? സൂപ്പറായിട്ടടി, മധുരണ്ടടി, കടുപ്പുണ്ട്, സെറ്റായിട്ട് കഴിച്ചു. ഇഷ്ടമായി. ഒരു ഏലക്കായും കൂടി ഇടായിരുന്നു. എന്റെ മക്കാനി വൈപ്പ് കിട്ടിയ എന്റെ കുടിച്ചാൽ മതി. ഇനി മക്കാനി ഈ പിന്നത് കുടിച്ച് തൃപ്തിപ്പെട്ടോ. എന്നാ വയോ. അപ്പൊ ഇതിൽ നമ്മള് തക്കാളി ഇട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതാവുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ ഒന്ന് പേസ്റ്റ് ഒക്കെ. ഇതിൽ എന്താണെന്നറിയോ, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മെയിൻ ഐറ്റം പച്ചക്കുരുമുളക്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ചെക്കന്മാർക്ക് ഒരു ഇത് അവർക്ക് ഇടുന്ന അറിയില്ല കേട്ടോ. ഞങ്ങൾ അവർക്കൊരു വെറൈറ്റി കൊടുക്കാറ് ഉണ്ടാക്കി കൊടുക്കാറ്. പക്ഷെ അവർക്ക് ഇഷ്ടപ്പെടുമോ എന്തോ, അത് വേറെ വിഷയം. ഇത് ലാസ്റ്റ് തൊടാണ്ടിരിക്കുമോ എന്തോ. എന്നാലും നമുക്കൊന്ന് നോക്കിയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. പിന്നെ കിച്ചൺ കേറിയിട്ടില്ല, പരിചയമില്ലാത്ത കാരണം സീല്ല. പക്ഷെ പൊന്നു വെച്ചാ ഇടിവെട്ടാവോ? അതെ, ചമ്മന്തി അവൾക്ക് ആകെ കൂടി ഉണ്ടാക്കാൻ അറിയാൻ ഉള്ളിച്ചമ്മന്തി. മുട്ട വരിക്കാൻ അറിയാട്ടോ. പിന്നെ എന്താണ്, ബിസി ആവാൻ പോവല്ലേ, കേറാൻ പോവാണ്. വേഗം ഒരു പെട്ടെന്ന് സെറ്റ് ആവട്ടെ ജോലി. ചെയ്യൂ ഗൈസ്. തീർച്ചയായിട്ടും. പിന്നെ പൊന്നുവിന്റെ കാലാണ്. അതെ, ജോലി കേറി കഴിഞ്ഞാ പിന്നെ പൊന്നുവിന്റെ കാലാണ്. അല്ലാ, ഫുള്ള് വേറെ വൈബ്. പിന്നല്ലേ ഇന്റർനാഷണൽ ലെവലല്ലേ. കേറി ഉടനെ തന്നെ എനിക്ക് 2 ലക്ഷം അല്ലേ അവർക്ക് സാലറി ചെയ്ത് നിക്കണേ. വേണ്ടെങ്കി ജൂണായി കഴിഞ്ഞാൽ ഞാനും കുറച്ച് ഇതായിരിക്കട്ടോ. സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ കുറച്ച് വർക്ക് കിട്ടും, സെറ്റ് ആവും. വർക്കല്ല, പിന്നെ കുട്ടികളുടെ സ്കൂൾ കൂടെ ഒന്നും വേണ്ടേ. സ്കൂൾ ചേർത്താൻ പോവാണ്. കുഴപ്പമില്ല, ഞാൻ പിന്നെ എനിക്ക് ഓഫീസിലാണോ പോണതോ ഇനി നേരെ അവന്റെ സ്കൂളിലേക്ക് പരാതി തീർക്കാനാണോ പോകേണ്ടത്? റൂം എടുത്തോട്ടോ.
കേട്ടോ. ആ, ഞാനും വിചാരിക്കുന്നു. സമയം ഉണ്ടാവുള്ളൂ. സൈഗുണ്ട് അത് തിരിച്ചായിക്കൂടി അടിയിലിട്ട് അറിയില്ല എന്താണാവോ. നമ്മളോടുള്ള കുറുമ്പ് ചിലപ്പോ പുറത്തുണ്ടാവില്ല കേട്ടോ. അല്ലാവാലോ. എന്തായാലും ഗെയ്സ് വേറൊരു സംഭവം വരുന്നുണ്ട്. ഞങ്ങക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് സങ്കടം ഉള്ളത്. നമുക്ക് എന്തായാലും നമുക്കത് ഇപ്പൊ പറയണ്ട, അതൊരു സസ്പെൻസ് ആക്കി വെക്കാം അല്ലേ? അതെ ഗെയ്സ്. അപ്പൊ നമ്മൾ ഇത് അരച്ചിട്ട് വരാം കേട്ടോ. അതന്നെ ഗെയ്സ് അങ്ങനെ നമ്മൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇതൊക്കെ വഴറ്റിട്ട് അതിലേക്ക് ഇടാട്ടോ. പിന്നെ എന്റെ കൈ കൊണ്ട് എടുക്കുക കാരണം ഒരു കൈ ടേസ്റ്റ് ആവും. ആ കൈ നീറും. എന്താ കുഞ്ഞോ നമുക്ക് പണിയില്ലാന്നില്ല, കറിവേപ്പിലൊന്നും പൊട്ടിച്ചിട്ട് കേട്ടോ. ഈ വീഡിയോ ക്യാമറമാനാണ് ഗെയ്സ്, ക്യാമറമാൻ. അതെ, കുറച്ച് കഴിഞ്ഞ് ഈ പാത്രമൊക്കെ പൊന്നി അല്ലെങ്കിലും പാത്രം കഴുകണതിൽ ഞാൻ കുറച്ച് എക്സ്പേർട്ടാണ് ഗെയ്സ്. അതെ. അപ്പൊ അതെ വേപ്പിന്റെ എല്ലാം കുറച്ച് തോന്നണ്ട നമ്മുടെ വീട്ടിലത്തേന് കേട്ടോ. ഒക്കെ ഇല്ല, തക്കാളി പച്ചമുളകും കടത്തേണ്. അല്ല പച്ചമുളക് നമ്മുടെ വീട്ടിലത്തേടി. വേപ്പില, പിന്നെ കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇല്ല. അപ്പൊ എന്നത് ആവട്ടെ. ഇത് അടിപൊളി മസാലയാണ്. വഴറ്റി വന്നിട്ടുണ്ട് കേട്ടോ. എങ്ങനെ വഴണ്ടിയോ? വഴറ്റി വന്നിട്ടുണ്ട്. അതായത് ഇങ്ങനെ മൂത്ത് വന്നിട്ട് എന്തൊരു പറയ കുരിപ്പതിന് എന്താ പറയാ, ഇതിങ്ങനെ സെറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. സെറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് എന്താ നെക്സ്റ്റ് പൊടി, ചില്ലി പൗഡർ 1 ടീസ്പൂൺ ചില്ലി പൗഡർ. കുറച്ച് മതി. കാരണം എന്താ പറയാ, പച്ചമുളക് ഇട്ടുണ്ട്. മെയിനായിട്ട് പച്ചമുളക് കറിയിലാണ് വെക്കുന്നത്. ഇത് ഞാന് പൊന്നോ, ഇത് നീ കൂട്ടിയിട്ടില്ലല്ലോ ഈ ചിക്കൻ കറി. ഞാൻ വെച്ചതേ കൂട്ടിയിട്ടില്ലല്ലോ നീ. ഇഷ്ടം പോലെ കൂട്ടിക്കറി ഗൈസ്. ടർമറിക് പൗഡർ ഇത് കുറച്ച് കൂടുതൽ ഇടാം. എങ്ങാനും വെള്ളക്കളറെങ്കിലും ആവട്ടെ. ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിലത്തേന്. അതെ, ഞങ്ങളെല്ലാം ഓർഗാനിക് ആണ് ഗൈസ്. ഒന്നും ഞങ്ങള് കടയിൽ നിന്ന് മേടിക്കാറില്ല. പക്ഷെ എന്റെ മമ്മി ഉണ്ടല്ലോ തരില്ലെന്നുള്ളു. ഞങ്ങളൊക്കെ കടയിന്ന്, ഇവിടെ മാത്രം ഇവിടുത്തെ തരൂല. കൊറിയൻഡർ പൗഡർ. അപ്പുറത്തിരുന്നെല്ലാം കേൾക്കുന്നുണ്ട്. വീഡിയോ വെച്ച് കഴിഞ്ഞാ ഇനി കുഞ്ഞോടെ ഇതിട്ട് തരാം. ചിക്കൻ മസാല രണ്ടവര് നടക്കില്ല. കുഞ്ഞ നെക്സ്റ്റ് ചിക്കൻ മസാല. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ചിക്കൻ ഇട്ട് വെന്തിട്ടില്ല കേട്ടോ. അപ്പൊ അതിനടക്കം മണം എത്തി. ആ വയണ്ടി മഴ വരില്ല, മണം വരില്ല, മഴ വരില്ല. മണോ ഇത് കറി വേണ്ടല്ലോ. വേണ്ട, തിക്കായിട്ട് മതി ഗൈസ്. കുറച്ച് എന്ത് തിരിഞ്ഞിക്കണ്. തിരിഞ്ഞിക്ക വെള്ളം എടുക്കണേ. അതെ ചെന്തന്റെ മൂട്. അതെ വാ ഷെഫ് ഫൗസിയ, come on the stage. ഞങ്ങളെ പണ്ട് മറ്റേ കുക്കറി ഷോയിൽ വിളിച്ചായിരുന്നു, പോയില്ല. അപ്പൊ നമുക്കിത് ചെയ്യാട്ടോ. ചിക്കൻ എടുത്ത് ആ ഉണ്ട്, പക്ഷെ ചിക്കനിൽ പിടിക്കാനുള്ളത് ഉണ്ടോന്ന് എനിക്കറിയില്ല. നമുക്ക് ലാസ്റ്റ് നോക്കാം. ഉപ്പ് നോക്കിട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോ അത് ഇതാവും. വാ വരട്ടോ. ഹൈവ അപ്പോൾ ഗെയ്സ് അതൊക്കെ ഒന്ന് ഇളക്കി സെറ്റായി വരട്ടെ. അതിനു മുന്നേ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്തോ?
മഞ്ഞളും ചന്ദ്രവും ഒത്തുചേരും സന്തൂർ. സന്തൂറാണ് ഗൈസ്. ഒന്ന് പോകരുത്. ഇതെല്ലാം ഇവിടെ ആക്കല്ലേ. എല്ലാവരും കമന്റ് ബോക്സിൽ അത് ഇടുന്നുണ്ട്, സന്തൂർ മമ്മി എന്ന്. പിന്നെ കൊറേ പേരൊക്കെ സംശയം ഉണ്ടായിരുന്നു, നീയും ഞാനും ആരാന്നുള്ളത്. കുട്ടികളോട് ഇങ്ങനെ ചോദിക്കണ്ടായിരുന്നു. ഗൈസ് ഞാനും എന്താണെന്നറിയോ, അനിയത്തി ഏട്ടത്തിയോ, ഞാൻ താത്താവളെ അനിയത്തി. അല്ല, എല്ലാവർക്കും നമ്മൾ ആരാണ് എന്താന്നുണ്ടായിരുന്നു. അതെ, പക്ഷെ അവള് വേറെ വീട്, ഞാന് വേറെ വീട്. അതെ, ഞങ്ങള് മൊത്തത്തില് വേറെ രണ്ടുപേരും കെട്ടിച്ചേക്കുന്നത് ഒരു നാട്ടിൽ. അതെ, അപ്പൊ ഞങ്ങളെ രണ്ടുപേരും കെട്ടിച്ചേക്കുന്ന എങ്ങനെയാ അറിയോ, വെട്ടുകെട്ടി. പറയാതിരിക്കാൻ പറ്റില്ല കേസ്. ഞങ്ങള് രണ്ടാളും ഒരുമിച്ചാണ് അവിടെ. ഒരു വീട്ടിലല്ല കേട്ടോ, 2 വീടാണ്. പക്ഷെ അടിപൊളി. എന്താണ് ചീച്ചി നീ? അങ്ങനെ കറിയായി വരട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് മൂടി വെക്കാം. ആവിയിൽ കിടന്ന് വേവട്ടെ. അതൊക്കെ മെയിൻ ആയിട്ട് എന്താന്നറിയോ, പാത്രം കഴിയില്ല ഉമ്മാന്റെ തല്ലിട്ടു. അതന്നെ, ഈ പാത്രങ്ങളെല്ലാം ഇവളൊറ്റക്ക് കഴുകും. പൊന്നും കൂടിയിട്ട് ഇല്ലല്ലോ, ഒള്ളി ക്യാമറമാൻ ഈസ് ഒള്ളി ക്യാമറമാൻ. നോ നോ നോ, നെവർ മേ ബി. പാത്രമൊക്കെ ഒന്ന് കഴുകി സെറ്റ് ആക്കട്ടെ. അല്ലെങ്കിൽ നാളെ ഈ വരുന്ന ഈ ഇഷ്ടം ഉമ്മക്ക് ഉണ്ടാവില്ല. കടക്കണ്ടെന്ന് പറയും, മുഖത്തടിച്ച് പറയും. അതിനൊക്കെ പ്രശ്നമൊന്നുമില്ല ഇത് പറയാൻ. അപ്പൊ മോളാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എപ്പോഴും കണക്കാണ് അല്ലേ. എനിക്ക് പിന്നെ ചീത്തൽ, എന്റെ മമ്മിക്ക് എന്നെ ഭയങ്കര സ്നേഹ. മാമിയെ എവിടെയെങ്കിലും ഇരുന്ന് പോലെ കേൾക്കട്ടെ കേട്ടോ. എന്നാ ശരി, അപ്പൊ ഞാൻ പാത്രം കഴിക്കട്ടോ. ഗൈസ്, അങ്ങനെ നമ്മുടെ ജിമ്മൻ കുട്ടന്മാര് വന്നിട്ടുണ്ട്. ഇവരത് പെണ്ണുകൾ വന്ന പോലെ നിക്കണത്. പോയി ടേസ്റ്റ് ഗൈസ്, ഞങ്ങളുടെ കറയുടെ ടേസ്റ്റ് നോക്ക്. എന്തതൊന്ന് മാറിക്ക് നോക്കട്ടത്. ഇത് കാണിച്ചിട്ട് കറി വാ, അരെ വാ. ഞാനുണ്ടാക്കിട്ട് ഞാൻ തന്നെ ഇപ്പൊ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നത് തോന്നുന്നു. ഏടാ അതൊരു നോക്ക്, ചൂടൊന്നുമില്ല. നല്ല വെച്ച് കൊടുക്കടി. പൊന്നിസ് നോക്കിക്കാ, ഒരു എക്സ്പ്രഷൻ ഇവരിടുന്നില്ലല്ലോ. ചൂടായി കഴിഞ്ഞാൽ അപ്പൊ തിരിഞ്ഞ് നല്ല മൂടാണ് എടുക്കണ എക്സ്പ്രഷനില്. സത്യായിട്ടും നോക്കട്ടെ, ഞാൻ നോക്കട്ടെ. മാറിക്ക്, 1x എടുക്കണ മണ്ടത്തിയെ വൈഡ് ആംഗിളിൽ എടുക്കണ്ടേ? ഫ്ലാഷ് എല്ലാം പറയണാക്കുന്നത്. ഞാനൊന്നും നോക്കട്ടെ എന്റെ കറി. ഇന്നത് പിടിക്കേ, നിങ്ങളല്ലേ ഇന്നത് മെയിൻ. അതെ, ഇത് ഇഷ്ടപ്പെട്ടില്ല എന്ന് നിങ്ങൾ പറയണെങ്കിൽ നിങ്ങൾ കൂട്ടണ്ട കേട്ടോ, കൊടുക്കണ്ട കേട്ടോ. അടിപൊളി.